നേരത്തെ 2023 നവംബർ മാസം 16-ാം തീയതി വിനോദസഞ്ചാര വകുപ്പ് ഒരു ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചിരുന്നു. ആ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഭാഗമായി തുടർച്ചയായി അതിൻ്റെ ഫോളോ അപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായി പല പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പൊതു ഇടങ്ങളെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പൊതു ഇടങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് ഈ ലഹരിക്കെതിരെ ഉൾപ്പെടെയുള്ള പ്രതിരോധത്തിൻ്റെ കൂടി ഭാഗമായി കാണേണ്ട ഒരു പൊളിറ്റിക്സ് കൂടി അതിലുണ്ട്. അപ്പോൾ ആ നിലയിൽ പൊതു ഇടങ്ങളെ പരമാവധി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമാകുന്ന നിലയിലേക്കുള്ള ഫെസിലിറ്റേറ്ററുടെ റോൾ വഹിച്ചുകൊണ്ട് ഗവൺമെൻറ് ഇടപെടുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പൊതുവെ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മറ്റ് വകുപ്പുകളുമായി ചേർന്നുകൊണ്ടുള്ള പദ്ധതികൾ പൊതുവെ ടൂറിസം വകുപ്പ് ആലോചിക്കുന്നത്. അതിലേറ്റവും സാധ്യതയുള്ള പൊതുമരാമത്ത് വകുപ്പ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പാലങ്ങൾ, റെയിൽവേ ഓവർബ്രിഡ്ജുകൾ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് സാർ. പല ബ്രിഡ്ജിൻ്റെ അടിയിൽ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം. ചിലയിടങ്ങളിൽ ചില അരാജകത്വ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ള സംശയം നാട്ടുകാർ പറയുന്നുണ്ട് സാർ. ബഹുമാനപ്പെട്ട MLA ഇവിടെ ചൂണ്ടിക്കാട്ടിയ ഈ ബ്രിഡ്ജ്, ആ ബ്രിഡ്ജ് ഇപ്പോൾ നമ്മുടെ CPIM-ൻ്റെ സംസ്ഥാന സമ്മേളനം വിജയകരമായി പൂർത്തീകരിച്ചു. ജനങ്ങൾ വലിയ പിന്തുണയാണ് ആ സമ്മേളനത്തിന് നൽകിയത്. ആ സമ്മേളനം നടന്നതിൻ്റെ തൊട്ട മുമ്പിലാണ് ഈ ബ്രിഡ്ജുള്ളത്. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ എങ്ങനെയാണ് സ്ഥലം മാറിയതെന്ന് എല്ലാവരും കണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നവരും ട്രെയിനിൽ പോകുന്നവരൊക്കെ കാണുന്നുണ്ട്. ജനങ്ങൾക്ക് നടക്കാനുള്ള വാക്ക് വേ, ഷട്ടിൽ കോർട്ട്, വോളിബോൾ കോർട്ട്, ഓപ്പൺ ജിംനേഷ്യം, കുട്ടികൾക്കിരിക്കാൻ പാർക്ക്, വയോജനങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം, ചെസ്സ് കളിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൂടാ എന്ന് പൊതുവെ ഡിസൈൻ പോളിസിയുടെ ഭാഗമായി ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലാണ് നാഷണൽ ഹൈവേയുടെ ബ്രിഡ്ജ് എന്നുള്ളത് പലരും ചോദിച്ചിരുന്നു. പക്ഷേ അത് അത്ര എളുപ്പമല്ല, ഒരുപാട് സമയമെടുക്കും. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള 50 പാലങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാണ്. ബഹുമാനപ്പെട്ട MLA-മാർ ഇതുമായി സഹകരിക്കാൻ തയ്യാറുള്ള സഹകരണ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ ഇവരുമായി ചേർന്നുകൊണ്ട് പദ്ധതികളുമായി മുന്നോട്ട് വരാൻ തയ്യാറായാൽ 2 കൈ നീട്ടി ടൂറിസം വകുപ്പും പൊതുമരാമത്ത് വകുപ്പും സ്വീകരിക്കുമെന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഇപ്പോൾ തന്നെ ഒരു 6 MLA-മാർ ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യാനും അതിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകാനും പൊതുമരാമത്ത് വകുപ്പ് അത് DTPC-കളെ ഏൽപ്പിക്കുകയും DTPC-കളുടെ നേതൃത്വത്തിൽ അത് പരിശോധിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. കൊല്ലത്തിപ്പോൾ കാണാൻ കഴിഞ്ഞത് രാത്രി 12-1 മണി വരെ അവിടെ ആളുകൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ മാറ്റമാണ്. ആ മാറ്റം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഇനിയും അത് നമുക്ക് തുടരാം എന്ന് ബഹുമാനപ്പെട്ട MLA-മാരോട് അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.